രണ്ട് മൂന്ന് കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് ജപ്പാനുണ്ട്, ഒരു ഭാഗത്ത് റഷ്യയുണ്ട്, ഒരു ഭാഗത്ത് ചൈനയുമുണ്ട്. ഭാരതം പ്രധാനമന്ത്രി അല്ലെങ്കിൽ മറ്റ് അതിഥികളൊക്കെ മടങ്ങിക്കഴിഞ്ഞാലും പുടിൻ തുടരുകയാണ് ചൈനയിൽ. ഒരു ചൈന റഷ്യ അച്ചുതണ്ട് ഒരു ഭാഗത്തുണ്ട്. അത് ഇരുകൂട്ടരുടെയും ഒരുപക്ഷെ സുരക്ഷിതത്വത്തെ കരുതിയാകാം, പൊതുശത്രുവായ US-നെ നേരിടാനുമാവാം. കാര്യം തൊട്ടടുത്ത് നേറ്റോ ഉണ്ട്, US പറയുന്നത് പോലെ കേൾക്കും എന്ന് ധരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഓരോ ചുവടുവയ്പും ഓരോ നീക്കവും വളരെ ശ്രദ്ധിച്ചു വേണ്ട. കാര്യം ചൈന ഈ പറഞ്ഞതുപോലെ ചൈനയ്ക്കൊരു ചരിത്രമുണ്ട്. ഈ ഘട്ടത്തിൽ അതിൻ്റെ നെഗറ്റിവിറ്റീസിലേക്ക് പോകുന്നില്ല. മറുഭാഗത്ത് റഷ്യ പൂർണ്ണമായും ചൈനയെ കൈവിടില്ല എന്നുറപ്പാണ്. പക്ഷേ നിർണായക ഘട്ടങ്ങളിലെല്ലാം ഭാരതത്തിനൊപ്പം റഷ്യ നിന്നു. പിന്നെ യൂറോപ്പ് ഈ ട്രംപിനെ നേരിടാൻ വേണ്ടി ചൈനയോട് അടുക്കുമ്പോൾ ജപ്പാൻ്റെ അവസ്ഥ എന്താവും? കാര്യം ചൈനയും ജപ്പാനും ഒരിക്കലും ഒരു ഐ ടു ഐ ഒരിക്കലും കാണാത്ത ശത്രുക്കളെ പോലെ തന്നെ പെരുമാറുന്നവർ. അപ്പോൾ ഇതൊരു വളരെ ഒരു കോംപ്ലിക്കേറ്റഡ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്ന് വിലയിരുത്താമോ ഡോക്ടർ ജയപ്രസാദ്? നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം 11 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഏതെങ്കിലും രാജ്യങ്ങളോടുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ഒരു തരത്തിലും നമ്മുടെ അതായത് രാജ്യ താല്പര്യത്തെയോ അതേ നമ്മുടെ മറ്റു രാജ്യങ്ങളുടെ ബന്ധങ്ങളെയോ അത് ബാധിക്കാറില്ല. കാരണം ഉക്രൈനുമായിട്ട് ഇന്നും നമുക്ക് വളരെ നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് റഷ്യയുമായിട്ട് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉക്രൈൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം ട്വിറ്ററിൽ വളരെ ഒരു നീണ്ട ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം വളരെയധികം പ്രതീക്ഷയോടെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പൂർണ്ണമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ആ ട്വിറ്ററിൽ അദ്ദേഹം ഇന്നലെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മളുടേതായ നയതന്ത്ര ബന്ധമെന്ന് പറയുന്നത് ഒരു പ്രത്യേക തലത്തിലൊരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇല്ല, രാജ്യ താല്പര്യം ഒരു ഭാഗത്ത് നോക്കി ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഭാരതം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മളിപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ചൈനയോട് സൗഹൃദം സ്ഥാപിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഈ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്, അതായത് ഗാൽവാന് ശേഷമുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റം വേണമെന്നുള്ള വാദം വന്നത് ചൈനയിൽ നിന്നാണ്. ഇപ്പം ചൈനയുടെ പ്രസിഡൻറ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് എഴുതുന്ന കത്ത് ഏതാണ്ട് മാർച്ച് മാസത്തിലാണ്. അപ്പോൾ അതിനുശേഷം ചൈനയുടെ ഭാഗത്തുണ്ടാകുന്ന ഇനീഷ്യേറ്റീവ്സ്, കാരണം ചൈന തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഭാരതം ഒരിക്കലും ചൈനയുടെ ശത്രുവല്ല, ഭാരതത്തെ ശത്രുവാക്കുന്നത് ചൈനയ്ക്കും ഗുണകരമല്ല, മറിച്ച് രണ്ട് രാജ്യങ്ങളും സൗഹൃദത്തോടെ പങ്കാളികളായി മാറുകയാണെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഇനി നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ലോക സമ്പദ് വ്യവസ്ഥയുടെ 2-3 ശക്തികളാണ്. ജനസംഖ്യയിൽ ലോകത്തിൽ തന്നെ ഏതാണ്ട് 6% 2 ഭാഗം ഈ 2 രാജ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഈ 2 രാജ്യങ്ങളിലും രാഷ്ട്രീയമായ വിഷയങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതിർത്തിയിലെ ചൈനയുടെ കടന്നുകയറ്റം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു സമസ്ത മേഖലയിലും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അത് ലോക താല്പര്യത്തിനും ഏഷ്യയുടെ താല്പര്യത്തിനും 2 ജനസമൂഹങ്ങളുടെ നന്മയ്ക്കും അത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൈനയുടെ ഇനിഷ്യേറ്റീവാണ്. അതുകൊണ്ട് നമ്മളുടെ ബന്ധങ്ങൾ ഒരിക്കലും തകർച്ച വരാൻ പോകുന്നില്ല. ഒന്ന്, അമേരിക്കയുടെ ബന്ധം പോലും ഞാൻ വിചാരിക്കുന്നില്ല ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഇനിഷ്യേറ്റീവ്സ് പരാജയപ്പെടാനാണ് സാധ്യത. അമേരിക്കയുടെ പൊതുജനാഭിപ്രായം, അമേരിക്കയുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റ്സ്, അതുപോലെ തന്നെ മറ്റ് പല പ്രമുഖരെ, അമേരിക്കയിലെ നമ്മൾ അറിയപ്പെടുന്ന വിദഗ്ധന്മാരെല്ലാം തന്നെ ഇന്ത്യയെ ശത്രുപക്ഷത്ത് കാണുന്ന സമീപനം, ഏകപക്ഷീയമായ ഇത്തരം വിവേചനപരമായ നിലപാടുകൾ, ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ, നരേന്ദ്രമോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിലപാടുകൾ, ഇപ്പോൾ ഉക്രൈൻ വാർ മോഡീസ് വാർ എന്നുള്ള തരത്തിലേക്ക് പറയുന്ന തരത്തിലേക്കൊക്കെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ എക്കോണമി ഡെഡ് എന്ന് പറയുന്ന തരത്തിലേക്ക്, അതിൽ നിർഭാഗ്യവശാൽ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് അത് ഏറ്റുപറഞ്ഞു എന്നുള്ള വേറൊരു കാര്യം. പക്ഷേ ആ തരത്തിൽ അമേരിക്കയുടെ പൊതുജനാഭിപ്രായം ഇന്ത്യക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൈനയുമായിട്ട് അടുക്കുന്നത് കൊണ്ട് നമ്മളുടെ ഭാവിയിലുള്ള അമേരിക്കൻ ബന്ധത്തെ അത് ബാധിക്കില്ല, ജപ്പാൻ്റെ ബന്ധത്തെയും ബാധിക്കില്ല. ഇന്ത്യ ജാപ്പാനീസ് ബന്ധം എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ സുദൃഢമാണ്. കാരണം ഇത് നമ്മുടെ രാജ്യങ്ങളെ സാംസ്കാരികമായ ഒരു ഐക്യം മാത്രമല്ല, നമ്മുടെ ചരിത്രം, നമ്മുടെ ഇരു രാജ്യങ്ങളുടെയും ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലെ നമ്മുടെ സഹകരണം, ഇപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നമ്മൾ 2 രാജ്യങ്ങളും തമ്മിൽ പങ്കാളികളാണ്. അതുപോലെ തന്നെ ക്വാഡ് എന്ന് പറയുന്നതിന് തൽക്കാലം ഞാൻ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ വർഷം നമ്മൾ ഹോസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിന് ഒരു പക്ഷേ ഇപ്പം ട്രംപ് ഈ നയങ്ങൾ, കാരണം ട്രംപ് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരാളാണ്. ഇപ്പം ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു തിയറിയിലും കൊണ്ടുവരാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ് ട്രംപിൻ്റെ നയങ്ങളും.
അപ്പോൾ അദ്ദേഹം ചൈനയ്ക്ക് തന്നെ തീരുവ ഏർപ്പെടുത്തുമ്പോൾ നമുക്കറിയാം പല സമയത്ത് ഓരോ ദിവസം ഓരോ റേഞ്ചാണ് നമ്മൾ കാൽക്കുലേറ്ററിൽ മാറ്റുന്നത് പോലെ മാറുന്ന ആ തരത്തിൽ ഒരു തരത്തിൽ നമുക്ക് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അളവുകോൽ വെച്ചുകൊണ്ട് ട്രംപിനെ നമുക്ക് ഒരു തരത്തിലും നിർവചിക്കാൻ കഴിയില്ല. അമേരിക്കയുടെ നയങ്ങളല്ല ഫലത്തിൽ ട്രംപിൻ്റെ നയങ്ങളാണ്. ഭാവിയിൽ അതുകൊണ്ട് തന്നെ അത് മാറ്റത്തിന് വിധേയമാകും. നമ്മളെ സംബന്ധിച്ച് ഒരേ സമയം നമ്മൾ പാലസ്തീനോടും ഇസ്രയേലിനോടും നമ്മൾ ഒരേ ബന്ധമുള്ള രാജ്യമാണ്. അതുപോലെ തന്നെയാണ് ചൈന. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ ചൈനയാണ്. അപ്പം 120 ബില്യൺ അമേരിക്കൻ ഡോളറാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് വെറും 15-16 ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയേ ഉള്ളൂ. ആ തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടും മറ്റ് പല കാര്യങ്ങളും പൊളിറ്റിക്കലി ഡിഫറൻസ് ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും ഈ SCO മീറ്റിങ്ങിൽ കഴിയാൻ പോകുന്നില്ല. പക്ഷേ ചൈനയുടെ ഭാഗത്തു നിന്ന് സൗഹൃദം വേണമെന്നൊരു സമീപനമുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങളിൽ ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അരുണാചൽ പ്രദേശും നമ്മുടെ ബോർഡറിലുമൊക്കെ അനാവശ്യമായ ചൈനയുടെ ഇടപെടലുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ സൗഹൃദം ചൈനയ്ക്ക് വളരെയധികം ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ചൈനയെ അമേരിക്ക കോർണർ ചെയ്യും. അപ്പോൾ ആ തരത്തിലേക്ക് മുന്നോട്ട് വരും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ലോക രാഷ്ട്രീയത്തിൽ ഇത് വലിയൊരു ചുവടുവയ്പ്പാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ശീതസമര കാലഘട്ടത്തിൽ. അതിനുശേഷം 91 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അമേരിക്കയ്ക്ക് മേൽക്കോയ്മയുള്ള ലോകക്രമം വന്നു. ആ അമേരിക്കൻ മേൽക്കോയ്മ തകരുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം നാളെ നടക്കുന്ന മീറ്റിങ്ങിലൂടെ SCO മീറ്റിംഗ് വരുമ്പോഴത്തേക്കും സാധാരണ ഇതിനു മുമ്പ് SCO മീറ്റിംഗ് നടന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഈ സമ്മേളനത്തിൽ വരുന്നൊരു പ്രത്യേകത അമേരിക്കയുടെ അമേരിക്കയ്ക്കുണ്ടായിരുന്ന മേൽക്കോയ്മ പരസ്യമായി ചോദ്യം ചെയ്യുകയാണ്. കാരണം വളരെ സൈലൻ്റായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടും വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ത്യ പ്രതികരിച്ചത്. ഇന്ത്യ ഒരു വാക്ക് പോലും ട്രംപ് പറയുന്നത് പോലെയുള്ള യാതൊരു തരത്തിലുമുള്ള മോശപ്പെട്ട ഒരു വേർഡ് പോലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ വളരെ എഫക്റ്റീവായിട്ട് അമേരിക്കയെ ചോദ്യം ചെയ്യുക മാത്രമല്ല ഇന്ത്യയും ചൈനയും റഷ്യയും അതിന് സമാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഈ അടുത്ത കാലത്ത് നമ്മൾ ബ്രിട്ടനുമായിട്ട് വ്യാപാര കരാർ ഒപ്പുവെച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ ആൾറെഡി ഉണ്ടായിരുന്ന ബന്ധത്തിലെ ട്രേഡ് റിലേഷൻസിൽ ഉൾപ്പെടെ ബന്ധങ്ങളെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ജപ്പാനുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടുതൽ ഉറപ്പ് വാങ്ങിയതിന് ശേഷമാണ് SCO മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പം ലോകക്രമത്തിൽ വരുന്ന ആളുകളിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അമേരിക്കയുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിലുള്ളൊരു പുതിയ ലോകക്രമം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളൊരു ചരിത്രത്തിലൊരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലൊരു വഴിത്തിരിവായിട്ട് ആണ് ഞാൻ കണക്കാക്കുന്നത്.